ഇന്നൊരു അടിപൊളി വറുത്തരച്ച ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. വളരെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്ക് എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കാണാം. 1 കിലോ ചിക്കനാണ്. ക്ലീൻ ചെയ്തൊക്കെ വന്നതിന് ശേഷം ഒരു 800 ഗ്രാമൊക്കെയാണ് ഇത് ഉണ്ടാവുക. അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗാർലിക്ക്, ഒരു 3-4 എണ്ണം അതും കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികൾ ചൂടാക്കി എടുക്കാനുണ്ട്. എപ്പോഴും വറുത്തരച്ച ചിക്കൻ കറി ചെയ്യുമ്പോൾ മസാലപ്പൊടി ഇതേപോലെ ചൂടാക്കുന്നതാണ് നല്ലത്. പാൻ വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലി മുളകും കൂടെ വറുത്തിട്ടുള്ള പൊടിയും കൂടിയാണ്. അത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സമാസമം മുളകും മല്ലിയും കൂടെ ഇതേപോലെ വറുത്തെടുക്കുക. നല്ല മൂത്ത മണം വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ പെരക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഇട്ടിട്ട് ഇതാ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം. കുറച്ച് തേങ്ങ, അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും, ഇത്രയും സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വറുത്തിട്ട് നമ്മൾ അരച്ച് മാറ്റി വയ്ക്കണേ. ചിക്കൻ വെന്ത് കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ് കൊണ്ട് ചിക്കൻ സൂപ്പറായിട്ട് വെന്ത് കഴിയും. ആ സമയത്തേക്ക് നമ്മുടെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ടോ നോക്കിയിട്ടില്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. പിന്നെ ആ ഒരു സമയത്ത് ഉപ്പും നമ്മൾ നോക്കണം കേട്ടോ. അതൊക്കെ ആയിട്ട് നല്ലപോലെ തിളക്കട്ടെ. ലാസ്റ്റ് നല്ലപോലെ തിള വന്നു കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ചെറിയൊരു വറവ് കൂടെ ഇടുന്നുണ്ട്. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയുള്ളിയും 2 വറ്റൽമുളകും കൂടെ മൂപ്പിച്ചൊരു വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി. പത്തിരീൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഈവൻ നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെ വരെ അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ നാടൻ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.